നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഇന്ത്യൻ ടെലിവിഷൻ പ്രേക്ഷകരെ ടി വിക്ക് മുന്നിൽ തളച്ചിട്ട കുറേ കാലമുണ്ടായിരുന്നു, ഒരു 4-5 വർഷം. അത് 2 പരമ്പരകളാണ്, രാമായണവും മഹാഭാരതവും. ഞായറാഴ്ചകളിൽ കുർബാന സമയം പോലും പള്ളികളിലും മാറ്റേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായി. കാരണം കുർബാനയ്ക്കൊന്നും ആളില്ല, എല്ലാവരും രാമായണം കാണാനിരിക്കുക അല്ലെങ്കിൽ മഹാഭാരതം കാണാനിരിക്കുക. അങ്ങനെ എന്താ പറയുക, ജന മനസ്സുകളിലേക്ക് ചേക്കേറിയ 2 പരമ്പരകളായിരുന്നു. മാറ്റിമറിച്ച എന്താ പറയുക, കാഴ്ചയുടെ എന്താ പറയുക, അതുവരെ ഉണ്ടായിരുന്ന എല്ലാം മാറ്റിമറിച്ച 2 പരമ്പരകളായിരുന്നു. രാമായണത്തിലെ ശ്രീരാമനായ അരുൺ ഗോവിലും സീതയായ ദീപക് ചിക്കിലിയും പ്രേക്ഷകരുടെ എന്താ പറയുക കാണപ്പെട്ട ദൈവങ്ങളായി മാറി. ശ്രീരാമനായാലും ശരി, സീതയായാലും ശരി. സീത മലയാളത്തിൽ വന്ന് അഭിനയിച്ചു, ശ്രീരാമൻ അഭിനയിച്ചോ എന്ന് സംശയമുണ്ട്. സീത അഭിനയിച്ചു. ജെ.സി. സാർ സംവിധാനം ചെയ്തൊരു സിനിമയിൽ അവരായിരുന്നു നായിക. മുകേഷിൻ്റെയും മമ്മൂട്ടിയുടെയാണ്. ഞാൻ ആ പടം കണ്ടിട്ടില്ല. രാമാനന്ദ സാഗർ സ്വപ്നം കാണാത്ത തലത്തിൽ 78 ആഴ്ചകളിലായി 6 വർഷത്തിലധികം പ്രേക്ഷക പ്രീതി നേടിയെടുത്ത പരമ്പരയായിരുന്നു രാമായണം. പിന്നാലെ വന്നതാണ് മഹാഭാരതം. അതിലും രാമായണത്തിനും അപ്പുറം പോയി മഹാഭാരതം. 94 എപ്പിസോഡായിരുന്നു. ബി.ആർ. ചോപ്രയും മകൻ രവി ചോപ്രയുമായിരുന്നു സംവിധാനം. നമ്മുടെ പി. പത്മരാജൻ്റെ അവസാനത്തെ ചിത്രമായ ഞാൻ ഗന്ധർവനിൽ നായകനായി വന്ന നിതീഷ് ഭരദ്വാജായിരുന്നു ശ്രീകൃഷ്ണൻ. ഒരു കള്ള ചിരിയൊക്കെ ചിരിക്കുന്ന കൃഷ്ണനായിട്ട് നിതീഷ് നന്നായിട്ട് ചെയ്ത പരമ്പരയായിരുന്നു. 1 മണിക്കൂർ ദൈർഘ്യത്തിൽ കാണിച്ച മഹാഭാരതത്തിൽ നിതീഷ് ശ്രീകൃഷ്ണനായി രസകരമായി എങ്കിലും മഹാഭാരതത്തിലെ ആണൊരുത്തരായ ഹതഭാഗ്യനായ കർണനാണ് എനിക്കിഷ്ടം. പങ്കജ് ധീർ ആയിരുന്നു കർണനായത്. അന്നും ഇന്നും എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് മഹാഭാരതത്തിൽ കർണനോടാണ് താല്പര്യം. ആ കഥാപാത്രം അനുഭവിക്കുന്ന വേദന കൊണ്ടായിരിക്കാം ചിലപ്പോൾ. 68ാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞ ബുധനാഴ്ച കർണൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് വിഷമം തോന്നി. നമ്മുടെ ആരോ പോയെന്ന് തോന്നി. അർബുദ ബാധിതനായിരുന്നു. ചന്ദ്രകാന്ത, ബദോബാഹു, ദ ഗ്രേറ്റ് മറാത്ത, സി ഹൊറൽ ഷോ, കാനൂർ തുടങ്ങിയ പരമ്പരകൾ ചെയ്തു അദ്ദേഹം. പർവാന, മൈ ഫാദർ, ഗോഡ് ഫാദർ എന്നീ 2 സിനിമകൾ സംവിധാനം ചെയ്തു. സോൾജിയർ, ആന്താസ്, ബാദ്ഷ, തും കോന ഭൂൽ പായെങ്കെ, സദക് തുടങ്ങിയ സിനിമകളിലും പങ്കജ് ധീർ അഭിനയിച്ചു. നമ്മുടെ ജയറാം നായകനായിട്ട് മധുസാറിൻ്റെ ഒരു പടമുണ്ടല്ലോ, 2ാം വരവ്. നമ്മുടെ ഓറിയൻ്റൽ സാജൻ, ലൂസിയസ് സാജൻ പ്രൊഡ്യൂസ് ചെയ്ത 2ാം വരവിൽ പങ്കജ് ധീർ അഭിനയിച്ചിരുന്നു. അനിത ധീറാണ് ഭാര്യ. ഏകമകൻ നികിതൻ ധീർ, അയാളൊരു നടനും കൂടിയാണ്. 68 വയസ്സായി. പിന്നെ ഈ അർബുദ രോഗബാധിതനായി വേദന ഇഞ്ചിഞ്ചാറ്റ് വേദന അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ പോയത് നന്നായി. ഇന്നും ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ഇഞ്ചിഞ്ചായി വേദനിക്കുന്നതിനേക്കാൾ അങ്ങ് പോട്ടെ എന്നും ഓർക്കും കർണനെ. അത്രേ പറയാനുള്ളൂ. ആ വലിയ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരം. നമസ്കാരം. വിവാദം ഉണ്ടാകാവുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒരു ഹതഭാഗ്യനായ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചപ്പോൾ, നമ്മൾ സിനിമയിലെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്ന ആളാണ്. ഞാനും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആളായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ധാർമ്മിക രോഷം. സിനിമയിൽ ഈ ചായം തേച്ചതും ചായം തേക്കാത്തതുമായ കൂതറകൾ കാണിക്കുന്ന തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥകൾ ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും അല്ലെങ്കിൽ സിനിമയിൽ ഈ എന്താ പറയുക, ക്യാമ കമ്മിറ്റിയൊന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ചുമ്മാ സജി ചെറിയാൻ വാചമടിക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവുമില്ല. സിനിമയിൽ ഇപ്പോഴും നടക്കുന്ന തെണ്ടിത്തരങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ കുറിപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തീർന്നിട്ടില്ല, അത് ഞാൻ ചെയ്യാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ
അല്ലെങ്കിൽ തരികിടകൾ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, പറ്റിപ്പും ചതിയും വഞ്ചനയും കാര്യസാധ്യങ്ങൾക്കായി തുണിയഴിക്കുന്നതും ഒക്കെ എവിടെ എന്ന് ചോദിച്ചാൽ പലതും പറയും എന്നാണ് എൻ്റെ വിശ്വാസം. രാഷ്ട്രീയത്തിലാണ്, ഉദ്യോഗസ്ഥ തലത്തിലാണ്, പാർട്ടികളിലാണ്, തൊഴിൽ മേഖലകളിലാണ് എന്നൊക്കെ പലതരം ഉത്തരങ്ങൾ പറയാം. അത് ഓരോരുത്തരുടെ അനുഭവം വെച്ചായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. പറഞ്ഞോട്ടെ എന്ന് നമുക്ക് സമ്മതിക്കാം. ഇവിടങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയിൽ നടക്കുന്നത്ര ഇത്തരം നെറുകേടുകൾക്ക് മറ്റൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. അടുത്തിടെ ഒരുത്തി പറയുന്ന കേട്ടു, ആ നടൻ്റെ ജീവിതം എൻ്റെ ഔദാര്യമാണെന്ന്. ഭർത്താവുണ്ടെങ്കിൽ അയാളും അച്ഛനും ഒഴിച്ച് സിനിമയിൽ ഏതാണ്ട് എല്ലാവർക്കും നിർലോഭം ഉപയോഗിക്കാനായവരൊക്കെ എൻ്റെ ഔദാര്യമാണ് മറ്റവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക? അപ്പോൾ ഈ പോയവൻ എത്ര കൂതറായിരിക്കും എന്ന് ആലോചിക്കുക. ഈ നടൻ എന്ന് പറഞ്ഞവൻ അവൻ്റെ ജീവിതം എൻ്റെ ഔദാര്യമാണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ആ നടൻ എത്ര തറയാണെന്ന് ആലോചിക്കുക. തത്തറ ആണ് എന്നേ ഞാൻ അവനെ പറഞ്ഞു. മലയാള സിനിമയിൽ സെക്സിനെ മനോഹരമായി ചിത്രീകരിക്കാനായ ഒരു സംവിധായകൻ്റെ ബാല്യകാലം, കുട്ടിക്കാലം, അയാളുടെ വീട്ടിൽ ഒരു അകന്ന ബന്ധു എന്ന് പറയാവുന്നൊരു സ്ത്രീ വീട്ടു ജോലിക്കായിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നല്ല സുന്ദരനായിരുന്ന ഡാൽഡ പോലെ ഇരിക്കുന്ന നല്ല കുളുകളായിരിക്കുന്ന പയ്യന് ഈ അകന്ന ബന്ധു സ്ത്രീ വാത്സ്യായൻ്റെ എല്ലാ അറിവും കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പങ്കുവെച്ചു കൊടുത്തു. പാവം ആ പയ്യൻ വെളി പറയാൻ പറ്റുമോ? അവൻ എല്ലാ വാത്സ്യായന കലകളും പഠിച്ചു. അവൻ വളർന്ന് സംവിധായകനായി. കുട്ടിക്കാലത്തെ ട്രെയിനിങ് അയാൾ സ്വന്തം ജീവിതത്തിലും തൻ്റെ സിനിമകളിലും സന്നിവേശിപ്പിച്ചു. നമുക്ക് ഇമേജിൻ ചെയ്യാനാകാത്ത സെക്സിലെ വൈകൃതങ്ങൾ അയാൾ കയ്യിൽ കിട്ടുന്നതിനെയൊക്കെ കൊണ്ടൊക്കെ ചെയ്യിച്ചു. അയാൾക്ക് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്സിന് വേണ്ടിയുള്ള ടൂൾ മാത്രമായി മാറി. അത് അയാളുടെ ഒരു മാനസിക വ്യാപാരമാണ്. കൊച്ചിലെ മുതൽ ഇങ്ങനെ ദുരുപയോഗം ചെയ്തതിൽ നിന്ന് പഠിച്ചതായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികാരമായിരിക്കാം. ഉദാഹരണത്തിന്, സ്വന്തം മകൾ വളർന്നു വരുമ്പോൾ അവളുടെ ശരീരഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളും വളർച്ചയും ഒരു വിടനെ പോലെ നോക്കിയിരിക്കുമായിരുന്നു ഈ സംവിധായകൻ. ഒരു നാൾ അയാൾ എല്ലാം തുറന്ന് ഭാര്യയോട് സംസാരിക്കുന്ന ആളാണ്. ഒരു നാൾ അയാൾ ഭാര്യയോട് ചോദിച്ചു, നമ്മളൊരു റോസാ ചെടി വാങ്ങിച്ചു, നല്ല പട്ട് റോസയുടെ ഒരു ചെടി വാങ്ങിച്ചു. അതിനെ ചെടിച്ചട്ടിയിലൊക്കെ വച്ച് കൃത്യമായി വളവും വെള്ളവും വെളിച്ചവും ഒക്കെ നൽകി, പുഴുവൊന്നും വെട്ടാതെ വളർത്തി. അത് പെട്ടെന്ന് വളർന്നു പുഷ്പിച്ചു. അത് കണ്ടാൽ ഇത്രയും ശ്രദ്ധയോടെ വളർത്തിയ ആ ചെടിയിലെ പൂവ് നമ്മൾ പറിക്കുന്നതാണോ ശരി, അന്യർ പറിക്കുന്നതാണോ ശരി എന്ന് ഈ ദ്രോഹി ചോദിച്ചു. ഭാര്യ ഒരു നിസ്സഹായതയുള്ളൊരു സ്ത്രീയാണെന്ന് പറയാം. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കൊച്ചു പ്രായത്തിൽ തന്നെ നല്ല അനുഭവജ്ഞാനം വേണ്ടുവോളമുള്ള നടിയായിരുന്നു ഭാര്യ. അവർ പൊട്ടിത്തെറിച്ചു, പൊട്ടി കരഞ്ഞു. ഇവളെന്തിനാ കരയുന്നതെന്ന് അറിയാതെ ആ ദ്രോഹി ഇളിച്ചോണ്ടിരുന്നു. ചിരിച്ചോണ്ടിരുന്നു എന്നാണ് പറയേണ്ടത്, പക്ഷേ ഇളിച്ചോണ്ടിരുന്നു. പറയാൻ വിട്ടു, ഈ ഭാര്യ ഒരു നടിയാണ്. അവർക്ക് ഈ ദ്രോഹിയായ ഭർത്താവിനെ ഒന്നും ചെയ്യാനാവില്ല, ഒന്നും പറയാനും ആവില്ല. ഇവർ ഒരു നാടക സിനിമാ സംവിധായകൻ്റെ കീപ്പിനെ പോലെ കഴിഞ്ഞിരുന്നതാണ് കോടമ്പക്കത്ത്. അപ്പോൾ ഇപ്പോൾ ഭർത്താവായിരിക്കുന്ന മഹാൻ അക്കാലത്ത് കലാസംവിധായകൻ ആയിരുന്നതിനാൽ ഈ പറഞ്ഞ നാടക സിനിമ സംവിധായകൻ്റെ വീട്ടിൽ ദിവസവും വരും രാവിലെ. കാരണം അയാളുടെ പടത്തിലെല്ലാം കലാസംവിധാനം ഇദ്ദേഹമാണ്. അപ്പോൾ വന്നിരിക്കുന്ന കലാസംവിധായകന് തേയിലവെള്ളം ഇട്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ ഭാര്യയായ ഈ നടിയായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് കൂടെ കിടക്കാൻ വീട്ടിൽ വരുമ്പോൾ ഒരുത്തി വേണം എന്നു പറഞ്ഞ് കെട്ടിയതാണ്. ഇയാളുടെ കുടുംബ വീടിൻ്റെ പടി കയറാനുള്ള യോഗ്യത ഈ നടിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താലി കെട്ടാൻ തല നീട്ടി കൊടുത്തതാണ്. മറ്റേ സംവിധായകനാണെങ്കിൽ പ്രായം കൊണ്ടും അസുഖം കൊണ്ടും അവസരങ്ങൾ കുറയുകയൊക്കെ ചെയ്തപ്പോൾ അയാൾ കോടമ്പക്കം വിട്ട് പൊറുതി നാട്ടിലേക്ക് മാറ്റി. ഈ സംവിധായകൻ്റെ വാത്സ്യായന ക്ലാസിൻ്റെ പ്രാക്ടിക്കൽ പഠിച്ചവരുടെ, നേരത്തെ പറഞ്ഞല്ലോ പഠിപ്പിച്ചു കൊടുത്തേ, അവരുടെ മകളെ ഇയാൾ സിനിമ നടിയാക്കി.
അമ്മ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അയാൾ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ദോഷം പറയരുതല്ലോ. അവൾ അതിൽ എക്സ്പെർട്ടുമായി. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ടൈപ്പായിരുന്നു. സിനിമയിലെ സകല തരികടയും പഠിച്ചു, അതെല്ലാം പ്രാവർത്തികമാക്കി. ആവശ്യത്തിന് ക്രിമിനൽ സിവിൽ കേസുകളും ഒക്കെ ആയിട്ട് വിലസി ജീവിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. ക്രിമിനലായാലും സിവിലായാലും കുഴപ്പമില്ല, പുല്ലേ മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കുന്നു. ഒപ്പം സിനിമാക്കാരായാൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സഹകരിക്കണം, എങ്ങനെ അവസരങ്ങൾ സംഘടിപ്പിക്കണം തുടങ്ങിയ ബോധവൽക്കരണവും ഈ നടി ഈ മകൾ നടി നടത്താറുണ്ട്. സഹകരിച്ച് അവസരം വേണ്ട ചേച്ചി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എന്തിനാ ചുമ്മാ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നായിരിക്കും തിരിച്ച് ചോദിക്കുന്നത്. ചുട്ടുകരിച്ചും കുഴിയിൽ പുഴുവിന് തിന്നാനും ഉള്ളതല്ലേ മോളെ ഇതൊക്കെ. ജീവിച്ചിരിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കണേൽ ചേച്ചി പറയുന്നത് കേക്ക് എന്നാണ് ഇദ്ദേഹത്തിന് കീഴിൽ പിന്നെ വന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഉപദേശം. ചൂടാവുകയോ പിണങ്ങുകയോ ഒന്നും ചെയ്യാത്ത ജീവിക്കാൻ പഠിച്ച ചേച്ചിയായിരുന്നു ഈ നടി. അമ്മയിൽ നിന്നും പഠിച്ചതൊക്കെ തനിക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനായ സംവിധായകനെ പറ്റി ചോദിച്ചാൽ ഗുരുത്വത്തോടെയും ബന്ധുത്വത്തോടെയും മാത്രമേ അവർ സംസാരിക്കൂ. അല്ലാതെ അയാളെ മരിച്ചുപോയെന്ന് വിചാരിച്ചിട്ട് അയാളെ ചീത്ത പറയുകയില്ല. കക്ഷിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ വൈകൃത പാഠങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു തരികയും ചെയ്യും എന്തൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഉദ്യോഗം പോലെ ഭാര്യ പദവി അലങ്കരിച്ച നടിയും ഭർത്താവിൻ്റെ ലീലാവിലാസങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഈ ചേച്ചി നടി പറഞ്ഞു തരും. അവർക്ക് ആരുടെയൊക്കെ ഉണ്ടായിരുന്നു, സംവിധായകൻ ആരുടെയൊക്കെ ഉണ്ടായിരുന്നു, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മൊത്തം കഥ വേണമെങ്കിൽ ഈ ചേച്ചി പറഞ്ഞു തരും. സംവിധായകൻ ഒന്നും മറച്ചു വയ്ക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല, മറന്നു പോകുന്നവനുമല്ല. അന്നന്ന് ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ് ഈ സംവിധാന പ്രതിഭ. ഭാര്യയ്ക്ക് പരാതിയില്ല, കാരണം അവരും അവരുടെ വഴിയെ ഇതൊക്കെ തന്നെ ചെയ്യുന്ന മഹതിയാണ്. വിശ്വാസം അതല്ലേ എല്ലാം. രണ്ടു കൂട്ടരും നന്നായിട്ട് ജീവിച്ചു അയാൾ മരിക്കുന്നവർ. ഇതൊക്കെ ഞാൻ എൻ്റെ ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ അതിശയോക്തിയോടെ കഥയുണ്ടാക്കുന്നതാണെന്ന് ചിലരെങ്കിലും പറയും. എനിക്ക് ഇതിലപ്പുറം പറയണമെന്നുണ്ട്. എങ്ങനെ പറയും? എനിക്കതിനുള്ള തൊലിക്കെട്ടിയില്ല എന്ന് കൂട്ടിക്കോ എന്ന് മാത്രമേ അതിന് ഉത്തരം പറയാൻ പറ്റുന്നുള്ളൂ. സിനിമ തൊലിക്കെട്ടിയുള്ളവർക്കുള്ളതാണ്. നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന കലാരൂപമായതിനാൽ സിനിമയിലെല്ലാം നടക്കും, എന്തിനും തയ്യാറാകും, എന്തും കാണിക്കും. അതാണ് സിനിമ. ഇനി എന്താ പറയുക, ഹേമ കമ്മിറ്റിയല്ല, സജി ചെറിയാനല്ല, ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടർ വിചാരിച്ചാലും അതൊന്നും മാറ്റാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുള്ളതാണ് സിനിമ. ചതിയുടെ, വഞ്ചനയുടെ, സദാചാരമില്ലായ്മയുടെ വിളനിലമാണ് സിനിമ. എങ്ങനെയും ഏത് വിധേനയും കാശുണ്ടാക്കുക. ബഹുമാനവും സ്നേഹവും അംഗീകാരവും ചാരിത്രവും ഒക്കെ പണം നേടിത്തരും എന്ന ചിന്താഗതിക്കാരാണ് സിനിമയിലെ ഏറിയ പങ്കും. പക്ഷേ അത് സമ്മതിച്ചു തരില്ല. നമ്മുടെ മൈത്രേയനോട് മകൾ അഭിനയിച്ച ബിരിയാണി കണ്ടോ എന്ന് ചോദിച്ചവനോട് പറഞ്ഞ മറുപടി നിങ്ങൾ എത്ര പേർ കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. മോഹൻലാൽ സിനിമയിൽ 20 പേരെ ഇടിച്ചിടുന്നത് പോലെ കണ്ടാൽ മതി ബിരിയാണിയിലെ കിടപ്പറ സീൻ എന്ന് തുറന്നു പറയുന്ന മൈത്രേയൻ അന്തസ്സായിട്ട് പറയുകയാണ്, ഞാനാ ചിത്രം കണ്ടു എന്ന് ഇളിച്ചുകൊണ്ട് മൈത്രേയൻ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു. ചിലപ്പോൾ മൈത്രേയൻ്റെ ഭാര്യയായിരുന്ന ജയശ്രീ ഇങ്ങനെ പറയാനിടയില്ല എന്നും എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ എറണാകുളത്ത് ചുംബന സമരം നടത്തിയ ഒരു നായികയുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും കൂടെ ചുംബന സമരം നടത്തിയല്ലോ, അവരുടെ അവകാശ സംരക്ഷണമായിട്ട്. ഇപ്പോൾ ഈ ചുംബന സമര നായിക OTTയിൽ എന്താ കാണിക്കുന്നത്? എന്നിട്ട് ആ എല്ലാം തുറന്ന് കാണിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ലക്ഷങ്ങൾ മുടക്കി ഈ പറയുന്ന ചുംബന സമര നായികയും ഭർത്താവും കുട്ടിയും കൂടെ പോയി ഷോറൂമിൽ ചെന്ന് ലക്ഷങ്ങൾ, കോടികളെന്ന് പറയുന്നില്ല, ലക്ഷങ്ങൾ മുടക്കി കാറെടുത്തിട്ട് പോസ്റ്റ് ഇടും. കണ്ടോ ഞാനെടുത്ത പുതിയ കാറ് കണ്ടോ? ഇതിന് ശരിക്കും വാക്കുണ്ട്, ഞാൻ പറയുന്നില്ല. തൻ്റെ നഗ്നത ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നിട്ട് കാണിച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. എവിടെ നിയമം? എന്ത് നിയമം? എൻ്റെ ഒരു ഗുരുനാഥൻ്റെ ശിഷ്യയെ നിങ്ങൾ കണ്ടില്ലേ? 1 ലക്ഷമോ 2 ലക്ഷമോ കൊടുത്താൽ ബ്ലൂ ഫിലിമിനെ
നാണം കെടുത്തുന്ന വിധം അരോചകമായ ബ്ലൂ ഫിലിമുകൾ എടുത്ത് നല്ല നല്ല ടൈറ്റിലുകൾ ഇട്ട് OTT വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ്റെ അവസാനത്തെ നായിക, അവസാനത്തെ സഹായി, സംവിധാന സഹായി. അദ്ദേഹം മരിച്ചപ്പോൾ റീത്തൊക്കെ കൊണ്ട് വയ്ക്കണമെന്ന് കാണാൻ. എന്നോട് അവിടെയെങ്കിലും ചെല്ലല്ലോ എന്ന് പറഞ്ഞു. അവസാനമായിട്ട് ഹരികുമാറിനെ കാണാൻ ദിനേശ് അങ്കിൾ വരരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മോള് പറഞ്ഞത്, ഞാൻ എടുത്തുകൊണ്ടിരുന്ന കൊച്ചു പറഞ്ഞത്. പകരം അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ആ ചേച്ചി, ബ്ലൂ ഫിലിം എടുക്കുന്ന ചേച്ചി റീത്തൊക്കെ വെച്ച് നമസ്കാരമൊക്കെ പറഞ്ഞ് മക്കളെയൊക്കെ ആശ്വസിപ്പിച്ച് അവിടെ നിൽക്കുന്ന വലിയ രാഷ്ട്രീയക്കാരോടും വലിയ പോലീസുകാരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നു. ആര്? ഈ പാൽപ്പായസമൊക്കെ എടുത്ത നായികയല്ല, സംവിധായിക. ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്, ലക്ഷങ്ങൾ. അവളുടെ ഒരു സൈറ്റ് കേന്ദ്ര ഗവൺമെൻറ് പൂട്ടുമ്പോൾ അവൾ പിറ്റേന്ന് 5 സൈറ്റ് വേറെ തുറക്കും. മനസ്സിലായില്ലേ? ഇത് ഈ രതി വൈകൃതം കാണാനായിട്ട് 250, 500, 1000 എന്തോ അടയ്ക്കണം. കേരളത്തിൽ ഈ സെക്സിൻ്റെ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടേ വാവളന്താന്മാരെല്ലാം 1000, 500 ചോദിക്കുന്ന പൈസ ചേച്ചിക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ചേച്ചി കോടീശ്വരിയാവുകയാണ്. രഹസ്യമായിട്ടൊന്നുമല്ല. ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന എക്സ്പെരിമെൻ്റൽ ഫിലിമുകൾ വരും പോലെ കമ്പിപ്പടം എങ്ങനെ ഞാൻ എടുത്തു, ഞാൻ എങ്ങനെ അത് സംവിധാനം ചെയ്തു, എങ്ങനെ അതുണ്ടാക്കി, അതൊക്കെ പരസ്യമായി ട്രെയിലറായിട്ട് വിറ്റ് അതിൽ നിന്നും കാശുണ്ടാക്കുന്നു. സംവിധായിക പട്ട് സാരിയൊക്കെ കൊടുത്ത് നൂലും തുണിയില്ലാതെ കഴ കിടക്കുന്ന ആണിനും പെണ്ണിനും സംവിധാനം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ഇങ്ങനെ വെയ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണമെന്ന് കാണാൻ. സംവിധാനമാണ്. നാഷണൽ അവാർഡ് കിട്ടിയ സംവിധായകൻ്റെ ശിക്ഷയെ കാണിക്കുന്നത്. എന്ത് പറ്റും? അതിനും പൈസ കിട്ടും. കാരണം ഇതെങ്ങനെയാണ് ഇവർ ഈ കമ്പിപ്പടം എടുത്തതെന്ന് കാണാൻ വേണ്ടി ആളുകളെല്ലാം ഇടിച്ചു കയറി കാണും. തുണിമണിയില്ലാതെ കിടക്കുന്ന ചെറുക്കനെയും പെണ്ണിനെയും ഓരോരോ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കുന്ന സംവിധായകരുടെ വിഷ്വൽ കാണുമ്പോൾ സുഹൃതം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് എടുക്കാൻ പോലും ഇവളുടെ ഗുരുനാഥൻ ഇത്രയും പെയിൻ എടുത്തിട്ടില്ല എന്ന് ആധികാരികമായി എനിക്ക് പറയാം. കാരണം ഞാൻ ആ സിനിമയിലുണ്ടായിരുന്ന ആളാണല്ലോ. അദ്ദേഹം അത്രയും അനുഭവിച്ചിട്ടില്ല ഇതുപോലെ. അത്രയും പെയിൻ എടുത്തൊക്കെയാണ് ഈ ബ്ലൂ ഫിലിം എടുക്കണേ. നാണവും മാനവും വിറ്റ് എങ്ങനെയും കാശടിക്കണം. ആരെ പറ്റിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് കാശടിക്കണം, അത്രയേ ഉള്ളൂ. ഇതൊന്നുമല്ല ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ കഥ കേട്ട് കഴിയുമ്പോൾ അമ്മയുടെ തലപ്പത്തുള്ള ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതിക്കാരും റിട്ടേണിംഗ് ഓഫീസറും മറുപടി പറയേണ്ടി വരും. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതി ആടി ഉലഞ്ഞത് തന്നെ ഭരണകർത്താക്കൾ ക്രിമിനൽ കേസുകളിൽ പെട്ടതിനാണല്ലോ. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് അടക്കം ക്രിമിനൽ കേസുകൾ, കള്ള ക്രിമിനൽ കേസുകളിൽ പെട്ടതുകൊണ്ട്. കാരണം ആ കേസ് കൊടുത്തോളൂ ഇപ്പം മദ്രാസിൽ പോക്സോ കേസിൽ ജയിലിൽ കിടക്കുകയാണ്, അഴിക്കകത്ത് കിടക്കുകയാണ്. അവളൊക്കെയാണ് കേസ് കൊടുക്കുന്നത്. ആ കേസിനൊക്കെയാണ് ഇവിടെ കേരളത്തിൽ വാലിഡിറ്റി. അവൾ സിദ്ദിഖ് ഇങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇടവേള ബാബു അത് ചെയ്തു ഇത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇടവേള ബാബുവിനെയും സിദ്ദിഖിനെയൊക്കെ വിളിച്ച തെറി വേണം കേൾക്കാൻ. കാരണം ഇവിടെ ഉള്ളവരെല്ലാം സദാചാര പാലകന്മാരാണല്ലോ. ഒരലവലാതി കൊടുത്ത കേസിനാണ് നമ്മൾ ഈ തെറി വിളിക്കുന്നതെന്ന് പറയില്ല. സിദ്ദിഖ് മറ്റവനാണ്, വൃത്തികെട്ടവനാണ്, ഇടവേള ബാബു വൃത്തികെട്ടവനാണ്, മുകേഷ് വൃത്തികെട്ടവനാണ് എന്നേ പറയൂ. ഇപ്പോൾ പോക്സോ കേസിൽ സ്വന്തം അമ്മയുടെ അനുജത്തിലെ മകളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തമിഴന്മാർക്ക് വിൽക്കാൻ കൊണ്ടുപോയതിൻ്റെ പേരിൽ ഇപ്പോൾ കമ്പി എഴുതി എണ്ണി കിടക്കുക. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതി ആടി ഉലഞ്ഞ മൊത്തം അങ്ങനെയല്ലേ മോഹൻലാൽ അവസാനം നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വന്നത്. പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കമുള്ളവർ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ക്രിമിനൽ കേസുകളുള്ളവരാരും മത്സരിക്കരുതെന്ന് മോഹൻലാൽ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു ക്രിമിനൽ കേസുള്ളവരും ഇതിൽ മത്സരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ടും ക്രിമിനൽ കേസുണ്ടായിരുന്ന ബാബുരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ബാബുരാജിനെതിരെ സംഘടനയ്ക്കുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പുയർന്നു. അവസാനം വിഷമത്തോടെ സംഘടനയ്ക്കായി അഹോരാത്രം പ്രവർത്തിച്ച തന്നെ വേണ്ടെങ്കിൽ തനിക്കും വേണ്ട എന്ന് പറഞ്ഞ് നോമിനേഷൻ പിൻവലിച്ച് ബാബുരാജ് ഇറങ്ങി. സമാധാനപരമായി മത്സരം നടന്നു. ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾ കീ പോസ്റ്റുകളിൽ വരികയും ചെയ്തു. ജോയിൻറ്റ് സെക്രട്ടറിയായ അൻസിബ എതിരാളികൾ പോലും ഇല്ലാതെ തിരഞ്ഞെടുത്തു. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇപ്പോഴിതാ ഒരു വലിയ വിവാദം മറച്ചുവെക്കലും ഒക്കെ പുറത്തു വരുന്നു. അമ്മയുടെ വൈസ് പ്രസിഡൻ്റായ ലക്ഷ്മി പ്രിയയ്ക്കെതിരെയാണ് ക്രിമിനൽ കേസ് മറച്ചുവെച്ച് മത്സരിച്ച് ജയിച്ചതെന്നും 20 ലക്ഷം രൂപ ഒരു പാവ നിർമ്മാതാവിനെ പറ്റിച്ച കഥയുമൊക്കെ പുറത്തു വരികയാണ്. എനിക്ക് തോന്നുന്നു
കേരളത്തിലെ യൂട്യൂബിലായാലും വാർത്താ ചാനലുകളിലൊന്നും വരാത്തൊരു വാർത്ത ആദ്യമായി നമ്മൾ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലൂടെ പുറത്തു വിടുകയാണ്. കാരണം അതിന് നിർമ്മാതാവ് എന്നോട് പറഞ്ഞത്, സാറ് സിനിമയിലെ പൾസ് അറിയണമെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ ചാനൽ കാണണം. സാറിൻ്റെ ചാനലിലൂടെ ഈ എന്നെ ചതിച്ച 20 ലക്ഷം രൂപ ചതിച്ച ഈ നടിയെക്കുറിച്ച് പറയണം സാർ. എൻ്റെ ജീവിതമാണ് അവർ നശിപ്പിച്ചത്. എനിക്കിപ്പോൾ ആ 20 ലക്ഷം രൂപ കിട്ടിയാൽ ഞാനിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യാൻ സാർ. ആ ഗതികേടിലാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ വിശദമായി കാര്യങ്ങൾ പറയൂ. അയാൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം അയച്ചു തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഓഡിയോയുടെയും വീഡിയോയുടെയും സ്റ്റില്ലുകളുടെയും എല്ലാ തെളിവുകളും എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഈ നടി 20 ലക്ഷം രൂപ പറ്റിച്ച നടിയെക്കുറിച്ച് വിശദമാക്കി ശ്വേതാ മേനോന് നിർമ്മാതാവ് നേരിട്ട് തന്നെ പരാതി കൊടുത്തു. എന്നോട് ആ യുവാവായ നിർമ്മാതാവ് സംസാരിക്കുകയും തെളിവുകളെല്ലാം തരികയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പുറത്തു വന്ന് അന്വേഷിച്ച് നോക്കി ഇതിലെന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യമുണ്ടോ. യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ. മൊത്തം തരികിട സെറ്റപ്പാണ്. ഒരു കാരണവശാലും അമ്മ പോലുള്ള ഒരു സാംസ്കാരിക സംഘടനയുടെ ഭരണസമിതിയിലിരിക്കാൻ ഒരു യോഗ്യതയും ഈ വൈസ് പ്രസിഡന്റിനില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല. അത്രയും തരികിടയാണ് കളിച്ചിരിക്കുന്നത്. അംബാനിയുടെ മകൻ ആയതിനാലൊന്നുമല്ല ഒരു സിനിമ നിർമ്മിക്കണമെന്ന മോഹം സിബിലാൽ എന്ന ചെറുപ്പക്കാരനുണ്ടായത്. സിബിലാൽ എന്നാണ് നിർമ്മാതാവിൻ്റെ പേര്. സിനിമയെ അയാൾ അത്രമാത്രം സ്നേഹിക്കുന്നു. ഒരു ചെറിയ ബജറ്റിൽ ഒരു ചെറിയ സിനിമ എടുക്കണം എന്ന് അയാൾക്ക് മോഹമുദിച്ചു. അതിൻ്റെ ആലോചനകൾ നടക്കുമ്പോൾ അയാളുടെ സമയദോഷം കൊണ്ടായിരിക്കാം ആരോ ഒരാളെ പരിചയപ്പെടുത്തി. അതാണ് അമ്മയുടെ വൈസ് പ്രസിഡൻറ്റ്. ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ കേട്ടു. അഭിനയിക്കാനാണ് പോയി കണ്ടത്. അപ്പോൾ കഥ പറയാൻ പറഞ്ഞു. കഥ പറഞ്ഞു. ടൈറ്റിൽ എന്താ പടത്തിൻ്റെ? ആറാട്ടുമുണ്ടൻ. ഞാൻ പറഞ്ഞു തനിക്ക് നിർമ്മാതാവെന്ന് പറഞ്ഞാൽ തനിക്ക് ഇടാൻ പറ്റിയ പേരെന്ന് ഞാൻ അയാളുടെ പറഞ്ഞു. ആറാട്ടുമുണ്ടൻ. മുന്നിലിരിക്കുന്ന ഈ സിനിമാ ഭ്രാന്തൻ ഒരു ആറാട്ടുമുണ്ടനാണെന്ന് വൈസ് പ്രസിഡൻറ്റിനും ഇവരാകും ഈ സിനിമയ്ക്ക് ദൈവം തന്ന ലക്ഷ്മി ദേവിയെന്ന് സിബിലാലിനും തോന്നിയിടത്ത് ആറാട്ടുമുണ്ടൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം. അപ്പോൾ ഭയങ്കര തിരക്കഥാകൃത്തും ഭയങ്കര കഥ എഴുത്തുകാരിയും കവയത്രിയും നോവലിസ്റ്റും മാധവിക്കുട്ടിയൊന്നും 7 അയലത്തെത്തില്ല. അത്രയും ഭയങ്കര കഴിവുള്ള ആളാണ് ഈ നടി എന്നാണ് പാവം ഈ സിബിലാൽ വിചാരിച്ചത്. കഥ പറഞ്ഞു അവരോട്. കഥ കേട്ട ശേഷം പറഞ്ഞു കഥ കുഴപ്പമില്ല, പക്ഷേ തിരക്കഥ മാറ്റി എഴുതണം. സമ്മതമാണ്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ മാറ്റി എഴുതാം. അപ്പോൾ അയാൾ ആലോചിച്ചു, സത്യനന്ദിക്കാട് അവതാരിക എഴുതിയ പുസ്തകം എഴുതിയ എഴുത്തുകാരിയല്ലേ എൻ്റെ മുമ്പേ ഇരിക്കുന്നത്. അപ്പോൾ അവരാകുമ്പോൾ എഴുതാനുള്ള മിടുക്കുണ്ട് എന്ന് അയാൾക്കും തോന്നി. അഞ്ജലി മേനോന് ഉസ്താദ് ഹോട്ടൽ എഴുതാമെങ്കിൽ പുസ്തകമൊക്കെ എഴുതി സത്യനന്ദിക്കാരനെ കൊണ്ട് അവതാരികയൊക്കെ എഴുതിയിട്ടുള്ള ഇവർക്ക് എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമല്ലോ എന്ന് ഈ നിർമ്മാതാവിന് തോന്നി. സന്തോഷം, സമ്മതം. ആരാ സംവിധായകൻ എന്നായി അടുത്ത ചോദ്യം. ഞങ്ങൾ പലരുടെയും പേരുകൾ ആലോചിക്കുന്നുണ്ട്, തീരുമാനമായിട്ടില്ല. എടുത്ത വായിലെ നടി ചോദിച്ചു എൻ്റെ ഭർത്താവ് മതിയോ എന്ന് ചോദിച്ചു. ഒരു പിന്നണി ഗായകൻ്റെ മകനാണ് ഇവരുടെ കെട്ടിയോൻ. കൂടെ വാർത്ത വരും, കെട്ടിയോനെ ചവിട്ടിക്കൂട്ടി വെളിയിൽ കളഞ്ഞു, കെട്ടിയോൻ വീണ്ടും റീയൂണിയനായി, ഞാനും കെട്ടിയോനുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരാറുണ്ട് ആ ചെറുപ്പക്കാരനെ കുറിച്ച്. അവന് വേറെ പണിയൊന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ സംവിധായകൻ ഇങ്ങനെ, അല്ല ഈ നിർമ്മാതാവ് ഇങ്ങനെ ആലോചിച്ചു. സിബിലാൽ ഇയാൾ ആരാ എന്നുള്ള രീതിയിൽ ആലോചിച്ചവൻ പറഞ്ഞു, എൻ്റെ ഭർത്താവേ കെ മധുവിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. കക്ഷിയുടെ അച്ഛനെ നിങ്ങൾക്കറിയാമായിരിക്കും, സിനിമയിലെ പെരിയ സിംഗറായിരുന്നു. ആ അച്ഛനെ അറിയാം. ആ കെ മധു, CB ഡയറക്കുറിപ്പ്, ജാഗ്രത പോലുള്ള 20-ാം നൂറ്റാണ്ട് പോലുള്ള സിനിമകൾ എടുത്ത അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ കെട്ടിയോൻ. ഷോ, കെ മധുവിൻ്റെ അസോസിയേറ്റ് ആണെങ്കിൽ വല്ല കാബർഗിയും ആയിരിക്കില്ലല്ലോ. ഫിക്സ്. കെട്ടിയോൻ സംവിധാനം, കെട്ടിയോള് തിരക്കഥ. ഈ കഥ കേട്ട ഞാൻ കെ മധുച്ചേട്ടനെ വിളിച്ചു. ഞാൻ വിശദമായിട്ട് കാര്യം പറഞ്ഞു. ഈ പറയുന്ന കക്ഷി ചേട്ടൻ്റെ ഏത് പടത്തിലാണ് അസോസിയേറ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് അങ്ങനെ മറവിയുള്ള ആളല്ലല്ലോ. എന്നാലും ഏതെങ്കിലും ഒരു പടത്തിൽ ഇയാൾ അസോസിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മധുചേട്ടൻ എന്നോട് ചോദിച്ചത്, അസോസിയേറ്റോ? ക്ലാപ്പ് കാണിക്കാനെന്നല്ല ദിനേശേ, എൻ്റെ ഷൂട്ടിങ് പോലും ഈ പറയുന്ന പയ്യൻ കണ്ടിരിക്കില്ല. ആ നടി എൻ്റെ ഒരു പടത്തിൽ, ഈ കഴിഞ്ഞ CBI സീരീസ് 6ാമത്തെ എപ്പിസോഡ് 6ാമത്തെ സിനിമ എന്താ ചെയ്തപ്പോൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ദിനേശേ. ആ നടി എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ
അവരുടെ ഭർത്താവ് എന്നെ കണ്ടിട്ട് പോലും ഇല്ല. ചേട്ടാ ഞാനിത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്ത് ദിനേശേ, കെ മധുവിനെ ഇങ്ങനെ ഒരാളെ അറിയില്ല എന്ന് തന്നെ പറഞ്ഞോ? എന്തെല്ലാം തരികിട പരിപാടികളിലൂടെ ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുന്നവരെ പറ്റിക്കുന്നു എന്ന് നോക്കിയേ. ഞാൻ മധുചേട്ടനോട് ചോദിച്ചതാണ്. എന്തെല്ലാം തരികിടകൾ കാണിക്കുന്നു ചേട്ടാ. വലിയ ഹോട്ടലുകളിൽ ചാപ്പാടി അടിച്ചുകൊണ്ട് കഥ തിരക്കഥയാകുന്നതിന് തുടക്കം കുറിച്ചു. ഭർത്താവ് സംവിധായകനാകാൻ പോകുന്നതിനാൽ കഥാചർച്ചയ്ക്ക് അയാളും വേണമല്ലോ, അയാളും വന്നു. അപ്പോൾ പിന്നെ കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് വരാൻ പറ്റുമോ? കുട്ടിയും വന്നു. ശാപ്പാടടി, ചർച്ച, റെസ്റ്റ് എടുക്കൽ, വീട്ടിൽ പോക്ക്. ശാപ്പാടടി, ചർച്ച, റെസ്റ്റ് എടുക്കൽ, വീട്ടിൽ പോക്ക്. ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. കാര്യപരിപാടികൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നാൾ തിരക്കഥാകൃത്ത് നിർമ്മാതാവിനോട് ഒരാവശ്യം ഉന്നയിച്ചു. ഷിബിച്ചേട്ടാ, അത്യാവശ്യമായി എനിക്കൊരു 50,000 രൂപ വേണം, ഉടനെ മടക്കിത്തരാം. അപ്പോൾ ഈ ഒരു സിനിമാ നടി, പുസ്തകമെഴുത്തുകാരി, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഭർത്താവ് സംവിധായകൻ എല്ലാം ആവുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിർമ്മാതാവിനെ സിബിച്ചേട്ടാ എന്ന് വിളിക്കും. സിബിച്ചേട്ടൻ വീഴുമല്ലോ. സിബിച്ചേട്ടൻ പറഞ്ഞു പിന്നെന്ത്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് 50,000 രൂപ എടുത്ത് അപ്പോൾ കൊടുത്തു. വീണ്ടും പുട്ടടി, ചർച്ച, റെസ്റ്റ് എടുക്കൽ, വീട്ടിൽ പോക്ക്. ഇത് തന്നെയാണ് നടക്കുന്നത്. എഴുത്തും വായനയൊന്നും നടക്കുന്നില്ല. അപ്പോൾ അടുത്ത ഒരു ചെറിയ ഡിമാൻഡ് വെച്ചു. സിബിച്ചേട്ടാ, ഞാനിങ്ങനെ തിരക്കഥ എഴുതാൻ രാവിലെ ഇറങ്ങിപ്പോന്നാൽ സ്കൂളിൽ നിന്ന് പഠിച്ചു വെച്ച് വരുന്ന എൻ്റെ കുട്ടിക്കും വീട്ടിൽ കുത്തിയിരിക്കുന്ന വേറെ ജോലിയൊന്നും ഇല്ലാത്ത എൻ്റെ കെട്ടിയോനും ആര് ഭക്ഷണം കൊടുക്കും ചേട്ടാ? ഷോ, തിരക്കഥാകൃത്തെന്ന് പറയാക്കില്ല, തിരക്കഥാകൃത്തി പറയുന്നത് ശരിയാണല്ലോ എന്ന് സിബിച്ചേട്ടന് തോന്നി. സിബിച്ചേട്ടൻ ഒരു ജോലിക്കാരിയെ കണ്ടെത്തി നമ്മുടെ തിരക്കഥാകൃത്തിയുടെ വീട്ടിലെത്തിച്ചു. എന്നിട്ട് വന്ന ജോലിക്കാരിയോട് നിർമ്മാതാവ് തന്നെ പറഞ്ഞു, ശമ്പളം അവരോട് ചോദിക്കണ്ട, നിനക്ക് ശമ്പളം ഞാൻ തരും. അപ്പോൾ വേലക്കാരി ഫ്രീ വച്ചു കൊടുത്തു. ഇവനൊരു ആറാട്ടുമുണ്ടൻ തന്നെയാണെന്ന് തിരക്കഥാകൃത്തി ചിന്തിച്ച് ചിരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ്. അല്ലെങ്കിൽ രാത്രിയെങ്കിലും ഭാര്യയും ഭർത്താവും കൂടെ തലകുത്തി ചിരിക്കും, ഒരു മണ്ടനെ നമുക്ക് കിട്ടിയല്ലോ. എന്തിനധികം വലിച്ചു നീട്ടുന്നു? പലതും പറഞ്ഞ് 20 ലക്ഷം രൂപ കൈക്കലാക്കി തിരക്കഥാകൃത്തി ഒരു വരി എഴുതാതെ. ആറാട്ടുമുണ്ടന് ഒന്നും സംഭവിച്ചില്ല. തൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നടി പതുക്കെ അങ്ങ് വലിഞ്ഞു. നടി വലിഞ്ഞപ്പോൾ സംവിധായകനായിരുന്ന കെട്ടിയോൻ ഉദ്യോഗസ്ഥനും മുങ്ങുക സ്വാഭാവികം. ഈ പറഞ്ഞ 20 ലക്ഷം എന്നാ വാങ്ങിയതെന്നറിയോ? 2021 സെപ്റ്റംബർ മുതലാണ് തവണ വ്യവസ്ഥയിൽ 20 ലക്ഷം രൂപ വാങ്ങിച്ചത്. 2021 എന്നിട്ടാണ് 2025 അമ്മയുടെ ഇലക്ഷനിൽ ക്രിമിനൽ കേസൊന്നുമില്ല എന്ന് പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ഇത്രയും കുലസ്ത്രീയായ ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി എല്ലാവരും കൂടെ ജയിപ്പിച്ച് ആ നാസർ ലത്തീഫിനെ തോൽപ്പിച്ച്. അതായത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലം മുതൽ 2022 ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഈ ക്രിമിനൽ കേസ് ഉള്ളപ്പോഴാണ് അത് മറച്ചു വെച്ച് അമ്മയുടെ വൈസ് പ്രസിഡൻ്റാകാൻ ഭവതി മത്സരിച്ചത്. അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചെടുത്ത് തിരക്കഥ തിരുത്ത്, ഭർത്താവിന് സംവിധായകനാക്കൽ തുടങ്ങി എല്ലാ ഓഫറും ചെയ്ത് 20 ലക്ഷം രൂപ അടിച്ചു. 10,16,200 രൂപ നടിയുടെ അക്കൗണ്ടിലൂടെയും 10 ലക്ഷം രൂപ പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് പിഴിഞ്ഞതുമാണ്. അവധി പറഞ്ഞ് ഒടുവിൽ 2022 മേയിൽ 20 ലക്ഷത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെക്ക് എഴുതി കൊടുത്തിട്ട് ഈ സിനിമയുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് ശപഥമെടുത്ത് നടിയങ്ങ് പോയി. 20 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി കൊടുത്തു. ചേംബറിൽ ചെന്ന് ഈ സിനിമയുമായി, ആറാട്ടുമുണ്ടനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും അവിടെ എഴുതി കൊടുത്തു. അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ എന്താവും നിങ്ങൾക്കറിയാമല്ലോ, 7 നിലയും പൊട്ടും. പക്ഷേ സിബിലാലിന് അതൊന്നും തോന്നിയില്ല. തിരക്കഥയും എൻ്റെ ഭർത്താവിൻ്റെ സംവിധാനവും ഇല്ലാതെ നിൻ്റെ പടം തുലഞ്ഞു പോട്ടെ എന്ന് പ്രാഗിയിരിക്കാം. ചേംബറിലും അങ്ങക്ക് ഇനി എനിക്കും എൻ്റെ ഭർത്താവിനും യാതൊരു ബന്ധവും ഈ പടവുമായിട്ടില്ല എന്ന് എഴുതി കൊടുത്തു. ചെക്ക് 7 നിലയിൽ പൊട്ടുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. കേസിൽ ചെക്ക് മടങ്ങിയത് വലിയ കേസാകും എന്ന് എല്ലാ കള്ളത്തിലും അറിയാമെന്നുള്ളതുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്താണ് ചെക്ക് മടക്കിയത്. അക്കൗണ്ടിൽ കാശുണ്ട്, പക്ഷേ ഈ ചെക്ക് മാറണ്ട എന്ന് പറയുന്നതാണല്ലോ സ്റ്റോപ്പ് മെമ്മോ. അത് കൊടുത്താണ് ചെക്ക് മടക്കിയത്. കേസിൽ വിലക്കാതിരിക്കാൻ. കാരണം പല ഇതുപോലെ പല തരകടിയും കളിച്ചിട്ടുള്ളതുകൊണ്ട്
ചെക്ക് ബൗൺസാക്കിയില്ല, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. പക്ഷേ അതിലൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അക്കൗണ്ടിൽ 20 ലക്ഷത്തിന് മേളിൽ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് ഇയാളുമായിട്ടുള്ള എന്തോ ഡിസ്പ്യൂട്ട് കൊണ്ടാണെന്ന് വിചാരിച്ചോളാം. പക്ഷേ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെയാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതെങ്കിൽ കേസ് വീണ്ടും കുരുങ്ങുമെന്ന് ചിലപ്പോൾ ഇവർക്ക് അറിയില്ലായിരിക്കാം. ചെക്ക് മടങ്ങിയതും 15 ദിവസത്തിനകം കൊടുക്കാനുള്ള തുക നൽകി ചെക്ക് തിരികെ പറ്റാനും വക്കീൽ മുഖാന്തരം കത്തയച്ചപ്പോൾ അല്ലെങ്കിൽ നോട്ടീസ് അയച്ചപ്പോൾ അതും കൈപ്പറ്റി. ഒന്നും കൈപ്പറ്റാതെയൊന്നും ഇരിക്കില്ല, കാരണം കളിയെല്ലാം പഠിച്ചതല്ലേ. അതോടെ ആക്ട് 138 പ്രകാരം കേസെടുക്കാൻ കോടതിയിൽ നോട്ടീസ് നൽകി. ഇതെല്ലാം ഇരുകൈയിൽ നീട്ടി വാങ്ങിയിട്ടാണ് അമ്മയുടെ വൈസ് പ്രസിഡൻ്റ് ആകാൻ എന്താ പറയുക നാമനിർദ്ദേശ പത്രിക നൽകിയതും ഈ മാതൃകാ വനിതാരത്നത്തെ വിജയിപ്പിച്ചതും നാസർ ലത്തീഫിനെ തോൽപ്പിച്ചതും. ഇതെല്ലാം വിശദമാക്കി അമ്മ പ്രസിഡന്റിന്, ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശ്വേതാ മേനോനാണല്ലോ, ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 സിബിലാൽ പരാതി നൽകി. തിരക്കഥ മെച്ചപ്പെടുത്താൻ അമ്മ വൈസ് പ്രസിഡന്റിനും സംവിധാനിക്കാൻ കെ മധു അറിയാത്ത അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ഭർത്താവിനും തിരക്കഥ എഴുതാനും തിരുത്താനും തുടങ്ങും മുമ്പ് 20 ലക്ഷമൊക്കെ പോക്കറ്റിലാക്കാമെങ്കിൽ ഈ അത്ഭുത അവതാരത്തെ പൂവിട്ട് പൂജിക്കണം എന്ന് ഞാൻ പറയും. കൊടുത്തവൻ മരമണ്ടനെന്നേ ഞാൻ പറയുള്ളൂ. എന്തായാലും സിബിലാൽ അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ ഒക്ടോബർ 16 വരെയാണ് സിബിലാൽ അന്ത്യശാസനം നൽകിയിട്ടുള്ളത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് സിബിലാലിനോട് പറയാനുള്ളത്. അമ്മയ്ക്ക് ഒരു ചുക്കും അവരെ ചെയ്യാൻ പറ്റില്ല. കാരണം മലയാള സിനിമയിലുള്ള മുഴുവൻ ഫ്രോഡുകളും അവർക്ക് പിന്തുണ നൽകുന്നതാണ്. ഈ സ്ത്രീക്ക്, ഈ അഭിനയിക്കാൻ നടക്കുന്ന ഈ സ്ത്രീക്ക് മലയാള സിനിമയിൽ എന്തെല്ലാം തരികിടകൾ കളിക്കുന്ന ഏതെല്ലാം കേസുകളുള്ള തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഉണ്ടോ ആ ഫ്രോഡുകളെല്ലാം ഈ സ്ത്രീക്ക് പിന്തുണയുള്ളതുകൊണ്ട് അമ്മയിലും ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ അമ്മ ഭാരവാഹികൾ മുതിർന്നാൽ അമ്മയിലെ ഫ്രോഡുകൾ മുഴുവൻ ബഹളമുണ്ടാക്കും. ഇതിനേക്കാൾ അമ്പലം വിഴുങ്ങിയുള്ള സംഘടനയാണ് ഇപ്പോൾ അമ്മ. ക്രിമിനൽ കേസ് തീരും വരെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തിയാൽ അമ്മയുടെ അംഗസംഖ്യ ചിലപ്പോൾ ശുഷ്കമായി പോകും. അത്രയ്ക്കുണ്ട് ഈ തരികിട പരിപാടികൾ നടത്തുന്ന കക്ഷികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അമ്മയ്ക്കൊരു തീരുമാനമെടുക്കാം. അമ്മ മെമ്പേഴ്സ് കുറച്ചൊക്കെ മാന്യതയും സത്യസന്ധതയും കാണിക്കണം. എന്തെന്നാൽ നമ്മൾ കലാകാരന്മാരും കലാകാരികളും ആണെന്നത് ഓർക്കണം എന്ന് അംഗങ്ങളെ ബോധ്യപ്പെടുത്തണം. നമ്മൾ തരികിടകൾ തീരെ തറകളാകരുതെന്ന് ബോധ്യപ്പെടുത്തണം. അമ്മ മീറ്റിങ്ങിന് കിയ കാറിലും ഓഡിയിലുമൊക്കെ ഫോർച്യൂണിലുമൊക്കെ വന്നിറങ്ങുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിരയായിട്ട് വലിയ വലിയ വണ്ടികൾ വന്നിറങ്ങണം. മാരുതിയിലൊന്നും ഒരു വണ്ടിയും കാണുമല്ലോ. യൂട്യൂബ് വായി നോക്കികൾ അതൊക്കെ ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ നമ്മൾ അതൊക്കെയല്ലേ കാണുന്നത്. ഇങ്ങനെ വന്നിറങ്ങുന്ന പലരും ചെക്ക് കേസുകളടക്കമുള്ള ക്രിമിനൽ കേസുള്ളവരാണ് എന്നതാണ് സത്യം. ഈ കാറൊക്കെ ഏത് നിമിഷവും മാർവാടിയോ CC കൊടുത്ത ബാങ്കോ ഒക്കെ പൊക്കിക്കൊണ്ട് പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പൊക്കിക്കൊണ്ട് പോയ ഒരു നടിയെ ഞാൻ രക്ഷപ്പെടുത്തിയൊരു കഥ എനിക്കറിയാം. പക്ഷേ ഞാനിതിപ്പോൾ പറയുന്നില്ല. ഇപ്പം തന്നെ അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരുത്തി പറയുക, ന്യായമായ കാര്യങ്ങൾ പറഞ്ഞതിനാൽ എന്നെ കോർണർ ചെയ്യുന്നു, അവസരങ്ങൾ കുറവ് എന്നാണ് പറയുന്നത്. ഒരു കുട്ടി പ്രധാന വേഷത്തിൽ വന്നൊരു സിനിമയിൽ ഈ പറഞ്ഞ സാധനമായിരുന്നു നായിക. ഇപ്പം വിവാദം ഉണ്ടാക്കുന്ന, അതായത് ഞാൻ അമ്മയിൽ രാജിവെക്കുകയും അമ്മയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ കോൺട്ര ചെയ്യുന്നു, ഞാൻ അഭിനയത്തിൽ ഭയങ്കര മിടിക്കുകയാണ്, പക്ഷേ എന്നെ അമ്മക്കാർ കോൺട്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നടി. ഈ നടി ഞാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടി പ്രധാന വേഷത്തിൽ വരുന്ന സിനിമയിൽ ആ കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചു. കുട്ടി പ്രധാന വേഷക്കാരനാവുമ്പോൾ പറഞ്ഞ സമയത്ത് സീൻ തീരില്ലല്ലോ. സംവിധായകനും ക്യാമറമാനും ഉറക്കം തൂങ്ങികൾ കൂടി ആയപ്പോൾ വിചാരിച്ച സമയത്ത് സിനിമ ചിത്രീകരണം തീർന്നില്ല. നായികയുടെ അടക്കം ഡേറ്റ് കഴിഞ്ഞു. 5 ദിവസം കൂടി നായിക വേണം. ഇക്കാര്യം സംസാരിച്ചപ്പോൾ ഒരു തിരക്കുമില്ലാതെ പോയി വീട്ടിൽ ചെന്ന് നഖം വെട്ടിക്കൊണ്ട് കുത്തിയിരിക്കേണ്ട നായിക പറഞ്ഞത്, ഞാൻ വരാൻ തയ്യാർ, 5 ദിവസത്തേക്ക് 5 ലക്ഷം രൂപ അഡീഷണലായി തരണം, എന്നാൽ വരാം എന്നാണ് നടി വെച്ച നിർദ്ദേശം. നിവൃത്തിയില്ലാത്തതിനാൽ 5 ലക്ഷം രൂപ അഡീഷണലായിട്ട് കൊടുത്തു. പറഞ്ഞ എമൗണ്ടിനേക്കാൾ 5 ലക്ഷം. നിർമ്മാതാവ് ചിട്ടിക്കമ്പനി മുതലാളി ആയതിനാൽ വാരിക്കോരി കൊടുത്തു 5 ലക്ഷം. വേണേൽ ഒരു കഥ കൂടി പറയാം. ഇതിലെ നായിക ഈ ചെക്ക് കേസിലെ പ്രതി തന്നെയാണ്. വർക്കലക്കാരൻ ഒരു ചെറുപ്പക്കാരന് ഒരു മോഹം, ഒരു സിനിമ പിടിക്കണം. മിമിക്രിക്കാരനായ
തോമസ് തോപ്പിൽക്കൊടിയും സംവിധായകനുമാണ് തിരക്കഥാകൃത്തുക്കൾ. ഒരു കിടിക്കാച്ചി അളിയൻ്റെ കഥ പറയുന്ന കോമഡി പടമാണ്. സീരിയലുകളിലും ദാരിദ്ര്യ പടങ്ങളിലുമൊക്കെ പ്രവർത്തിച്ച ഒരു പാവം പയ്യനാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സിനിമ സീരിയൽ രംഗത്തുള്ള പലരുമുണ്ട് ഈ സിനിമയിൽ. നമ്മുടെ കഥാനായികയായ ചെക്ക് ബൗൺസും ഈ സിനിമയിലുണ്ട്. അതിലഭിനയിക്കുന്ന ഭൂരിപക്ഷത്തിനും ദിവസ ശമ്പളമാണ്. എത്രയാണ് ദിവസവും കിട്ടുന്ന ശമ്പളമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനത് ക്യാമറയുടെ മുന്നിൽ പറയുന്നില്ല, അത് ശരിയല്ല അത് പറയുന്നത്. നിർമ്മാതാവിൻ്റെ വീട്ടിലും ബന്ധുക്കളുടെ വീടുകളിലുമൊക്കെ ആയിരുന്നു ചിത്രീകരണം. അപ്പോഴേക്കും ഓണമായി. ഓണക്കാലത്ത് ചിത്രീകരണം വയ്ക്കുന്നത് മോശമല്ലേ? 2 നാൾ ബ്രേക്ക് പറഞ്ഞു. എല്ലാവരോടും സന്തോഷമായി വീട്ടിൽ പോയി ഓണമൊക്കെ ഉണ്ട്, 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു വിട്ടു. അമ്മയുടെ വൈസ് പ്രസിഡൻറ്റും കൂട്ടുകാരികളും വീട്ടിലേക്ക് പോയില്ല, ഹോട്ടലിൽ തന്നെ തങ്ങി. ഇതറിഞ്ഞ നിർമ്മാതാവ് വീട്ടിൽ നല്ല സ്റ്റൈലൻ സദ്യ ഒരുക്കി. ഇവരെല്ലാം ഹോട്ടലിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി മൂക്കറ്റം ഓണസദ്യ കൊടുത്തു. വീണ്ടും ചിത്രീകരണം തുടങ്ങിയപ്പോൾ നമ്മുടെ കഥാനായിക പറഞ്ഞത്, ഓണം എന്ന് പറഞ്ഞ് റൂമിലിട്ട ദിവസങ്ങൾക്ക് ആ ദിവസം ശമ്പളം തരണം. നിങ്ങളെ വീട്ടിൽ വന്ന് ഓണം ഉണ്ടതിനും റൂമിൽ കിടന്നതിനുള്ള അതിന് ശമ്പളം തരണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഈ അമ്മയുടെ വൈസ് പ്രസിഡൻറ്റ്. ഇനി ക്ലൈമാക്സ് എടുക്കണം, അതെടുക്കാൻ ഞാൻ വരണമെങ്കിൽ അതിനും വേണം അഡീഷണൽ കാശ് എന്നാണ് നായിക വാശി പിടിക്കുന്നത്. ഓണത്തിനൊന്ന് എങ്ങനെയെങ്കിലും നിർത്തിവെക്കണം, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, കുടുംബത്തോടൊപ്പം സദ്യ ഉണ്ണണം എന്ന് ശടിക്കുന്ന നാട്ടിൽ വീട്ടിലൊന്നും പോകണ്ട, റൂമിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ടും വീട്ടിൽ നിർമ്മാതാവ് സദ്യ ഒരുക്കി കൊടുത്തതും കയറ്റി മൂക്കുമുട്ട കയറ്റിയിട്ട് പറയുകയാണ് റൂമിൽ കിടന്നതിന് നോക്കുകൂലി തരണമെന്ന്. തീർന്നില്ല, അമ്മയുടെ മീറ്റിങ്ങിന് പോകാൻ നിർമ്മാതാവിൻ്റെ ചെലവിൽ വർക്കലയിൽ നിന്ന് കാർ വിട്ടു തരണം എന്ന് തുടങ്ങി പിന്നെയും ഒരുപാട് തലവേദനകളുണ്ടാക്കി. എന്തായാലും അമ്മ ഭരിക്കാൻ പറ്റിയ ഐറ്റംസുകളെയാണ് ഇതൊക്കെ, ഈ ഐറ്റംസുകളെയാണ് ജയിപ്പിച്ച് വിട്ടത് എന്ന് പറയാൻ സന്തോഷമുണ്ട്. ക്ലൈമാക്സ് എടുക്കാൻ വരാൻ ഇനി എന്തൊക്കെ ചോദിക്കുമെന്ന് അറിയട്ടെ, ബാക്കി ഞാൻ പറയാം. ഈ ക്ലൈമാക്സിന് വേണ്ടി ഇനി എന്തൊക്കെ ഡിമാൻഡുകൾ വയ്ക്കും നോക്കട്ടെ. ഞാനയും വെള്ളി നക്ഷത്രവുമൊക്കെ നിന്നുപോയ ലെവലായതിനാൽ സിനിമാ ചിത്രീകരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനെ തേടിയാണ് ഇപ്പോൾ വരുന്നത്. എനിക്കതിൽ അഭിമാനമുണ്ട്. സിനിമാ കമ്പം പൂത്ത് നെയ്യാറ്റിൻകര ഗോപൻ്റെ 16 അടിയന്തരം എടുക്കാൻ ചാടിപ്പുറപ്പെട്ട ഒരു വായി നോക്കിയെ സംവിധായകൻ പാർട്ട്ണറായിക്കൊണ്ട് പറ്റിച്ച് കുളിപ്പിച്ച് കിടത്തി കടം കയറി മൂത്ത് കടക്കാരെല്ലാം കൂടെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി ചീത്ത വിളിച്ച് ആകെ പ്രശ്നമായി നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഭാര്യയെയും കുട്ടികളെയും നാട്ടിലാക്കി മുങ്ങിയ ഒരു ഹതഭാഗ്യൻ ഗൾഫിൽ അനുഭവിക്കുന്ന ദുരിത കഥയടക്കം ഒരു കുന്ന് പറ്റിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും കഥകൾ ഇപ്പോൾ എൻ്റെ കൈവശം വന്ന് ഇരിപ്പുണ്ട്. സംഘടനാ നേതാക്കൾ ആ സ്ഥാനം വെച്ച് സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് ഒപ്പിച്ചിട്ട് കുഴിയിൽ ചാടിക്കുന്ന കഥകൾ നിരവധിയാണ്. പറയാം, എല്ലാം തെളിവുകളൊക്കെ ഒന്ന് എൻ്റെ കയ്യിലെത്തിക്കോട്ടെ. ബ്ലാക്ക് മണി ഒരുപാടുള്ള ചിട്ടിക്കാരനെയൊക്കെ നീ പറ്റിക്കുന്നേ. ഇങ്ങനെ പറ്റിക്കാൻ പോണവരുടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ബ്ലാക്ക് മണിയുള്ള ചിട്ടിക്കമ്പനി മുതലാളിയെ പോലുള്ളവരെ നിങ്ങൾ പറ്റിക്കുക, അതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം ബ്ലാക്ക് മണിയിൽ കുറച്ച് നീയും എടുത്തല്ലോ എന്ന് സമാധാനിക്കാം. GSTയും EDയും ഒക്കെ കൂടെ കയറി 500ഉം 1000ഉം കോടി വാരിക്കൊണ്ട് പോകുന്നതിനിടയിൽ ചില്ലറ കോടികൾ നീയും വെട്ടി എന്നുള്ളതിൽ സാരമില്ല എന്നേ ഞാൻ പറയൂ. സിനിമാക്കാരനാകണം എന്ന മോഹത്തിൽ ഒരു സിനിമ പിടിക്കാൻ വരുന്ന പാവത്തിൻ്റെ കൊരവളയിൽ പിടിക്കാതെ ബ്ലാക്ക് മണി ഉള്ളവരെ പിടിച്ചാൽ ഞാൻ നമ്മുടെ ചാനലിൽ പറയില്ല, ഉറപ്പ്. ബ്ലാക്ക് മണിയുള്ള കള്ളപ്പണമുള്ളവന്മാരെയൊക്കെ നിങ്ങൾ പറ്റിച്ചോ, എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ ഒരു സിനിമ എടുക്കാൻ കിടപ്പാടം വരെ പണയം വെച്ച് നക്കാവിച്ച പൈസയും കൊണ്ട് ഒരു കൊച്ചു സിനിമ എടുക്കാൻ വരുന്നവനെ ഈ സിബിലാലിനെ പോലുള്ളവരെ പറ്റിക്കുന്നതിലാണ് എനിക്ക് വിഷമം. ഒരു പ്രധാന കാര്യം പറയാൻ മറന്നു. സിബിലാലിൻ്റെ ഒരു സുഹൃത്താണ് വിനയൻ്റെ സഹസംവിധായകനായിരുന്ന ബിജു കൃഷ്ണൻ. ആറാട്ടുമുണ്ടൻ്റെ ഛായാഗ്രഹണം ബിജു കൃഷ്ണനാണ് നിർവഹിക്കാനിരുന്നത്. ഈ നടിയുടെ ഭർത്താവിനെയൊക്കെ ചവിട്ടിക്കൂട്ടി കളഞ്ഞപ്പോൾ ഇപ്പോൾ ആറാട്ടുമുണ്ടൻ സംവിധാനം ചെയ്യുന്നത് വിനയൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ബിജു കൃഷ്ണനാണ്. ഞാൻ ബിജു കൃഷ്ണനുമായിട്ട് സംസാരിച്ചു. ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹത്തിൽ ഒരു പുതിയ ആൾ വന്നാൽ അവനെ ജ്യൂസ് അടിച്ച് പറ്റിച്ച് തീർക്കുന്നവളെയൊക്കെ അമ്മ പോലുള്ള സംഘടനയുടെ ഔദ്യോഗിക പോസ്റ്റിൽ ഇരുത്തുന്നതിലെ അനൗചിത്യം ശ്വേതയും കുക്കുമൊക്കെ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വൈസ് പ്രസിഡൻറ്റിനെ മാറ്റി നിർത്തിയാൽ വേറൊരു ഗുണം കൂടി അമ്മയ്ക്കുണ്ടാവും. നിങ്ങൾ കമ്മിറ്റിയിലെടുക്കുന്ന ഒരു വാർത്തയും ലീക്കാകാതിരിക്കും. അമ്മയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വായി നോക്കി യൂട്യൂബറേയും ഒതുക്കാൻ പറ്റും. ഒരു വെടിക്ക് 4-5 പക്ഷികൾ വീഴുമെങ്കിൽ ശ്വേതാമേനനും കുക്കും കൂടി അങ്ങോട്ട് വെടി വയ്ക്കണം, തുരുതുരാ വെടി വയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ
ഈ നടിയും വീഴും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന രഹസ്യങ്ങൾ മുഴുവൻ ഈ യൂട്യൂബർക്ക് ചോർത്തി കൊടുക്കുന്ന ശല്യവും തീരും. അങ്ങനെ പല തരത്തിലുള്ള ലാഭം ഉണ്ടാകാം. അഭിമാനത്തോടെ അമ്മയുടെ ചെയർമാനായിട്ടും പ്രസിഡൻ്റായിട്ടും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടും ശ്വേതയ്ക്കും കൊക്കുവിനും ഇരിക്കണമെങ്കിൽ ഈ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നടക്കുന്ന സ്ത്രീയെ എത്രയും പെട്ടെന്ന് അമ്മയിൽ നിന്ന് മാറ്റി നിർത്തണം, അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹതഭാഗ്യനായ സിബിലാലേ, അമ്മയിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറ്റി നിർത്തും, നിൻ്റെ 20 ലക്ഷം രൂപ സ്വാഹ എന്നേ ഞാൻ പറയും. അവൾ കോടതി വന്ന് ഇനി എന്തെല്ലാം കള്ളങ്ങൾ പറയുന്നുണ്ടോ, നീ പീഡിപ്പിച്ചു എന്ന് പറയാതിരുന്നാൽ നിൻ്റെ ഭാഗ്യം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതും ഇതിനപ്പുറവും പറയും ഇങ്ങനെയുള്ള ഐറ്റംസുകൾ. എന്നെ സിബിലാൽ പീഡിപ്പിച്ചു, അങ്ങനെയാണ് ഞാൻ ആ സിനിമ വിട്ടത് എന്നൊക്കെ വേണമെങ്കിൽ പറയും. എനിക്ക് 1 കോടി രൂപയായിരുന്നു ശമ്പളം, 20 ലക്ഷം രൂപ തന്നു, ഞാൻ 1 വർഷം തിരക്കഥ എഴുതി, എൻ്റെ ഭർത്താവ് 1 വർഷമായിട്ട് ആ സിനിമ എങ്ങനെ എടുക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു. പക്ഷേ ഈ പീഡിപ്പിച്ച കാരണം ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോകുന്നതാണ്, അല്ലാതെ ഞങ്ങൾക്കിപ്പോഴും ആറാട്ടുമുട്ടം ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഈ പീഡകൻ്റെ സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ചരിത്രം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങൾ കുടുംബമാണ്. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഈ 20 ലക്ഷം രൂപ കൊടുക്കാൻ എന്നെക്കൊണ്ടൊരു നിവൃത്തിയുമില്ല. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമേ ഞാൻ എടുത്തു. ഞാൻ 1 വർഷമായി അതിൻ്റെ തിരക്കഥ എഴുതുകയായിരുന്നു. 1 വർഷമായി എൻ്റെ ഭർത്താവ് അത് സംവിധാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുറിക്കകത്ത്. അതിനാണ് സാർ ഞങ്ങൾ ഈ 20 ലക്ഷം രൂപ വാങ്ങിച്ചത് എന്ന് കോടതിയിൽ പറയാൻ സാധ്യതയുണ്ട് സിബിലാലെ. അതുകൊണ്ട് തന്നെ നിനക്ക് മിക്കവാറും ആ 20 ലക്ഷം രൂപ ഗോവിന്ദ എന്നാവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. മിടുക്കനായ ഒരു വക്കീലിനെ വെച്ച് നീ ഈ കേസ് എവിടം വരെ പോകുമോ അവിടം വരെ പോയി ശിക്ഷ വാങ്ങി കൊടുക്കണം. അല്ല പൈസ കിട്ടില്ല, ശിക്ഷ വാങ്ങി കൊടുക്കാൻ സിബിലാൽ തയ്യാറാകണം. ഇനിയെങ്കിലും വേറൊരാളിനെ ഇതുപോലെ വലിപ്പിക്കരുത് എന്ന് കാണിക്കാനെങ്കിലും സിബിലാലിന് ചങ്കൂറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്വേതാമേനോനും അമ്മയും ശ്വേതാമേനോനും കുക്കുവും അമ്മയുടെ തലപ്പത്തിരിക്കുന്നതിൻ്റെ ഞങ്ങൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും എന്ന് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ്. ഇതുപോലുള്ള തട്ടിപ്പ് നടക്കുന്ന സിനിമാക്കാരെ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തണം എന്ന് ആശിച്ചുകൊണ്ട്, അല്ലാതെ നടപ്പിലാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇത് പറയുമ്പോഴും ഞാനൊരു കാര്യം പറയുന്നു, എനിക്ക് ഈ പറയുന്ന വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന നടിയെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അവരെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. കൂടുതലും കേട്ടിട്ടുള്ളത് ഈ ഭർത്താവും ഇവരുമായിട്ട് നാളെ ബന്ധം പെടർത്തും മറ്റന്നാൾ ഒന്നാവും എന്നൊക്കെ പറഞ്ഞ കഥകളെ കേട്ടിട്ടുള്ളൂ. പിന്നെ ഈ സംവിധായകനെ എനിക്ക് പരിചയമില്ല, ഏത് ഈ പറയുന്ന നടിയുടെ ഭർത്താവിനെ. ആകെ അറിയാവുന്നത് പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യൻ്റെ, നല്ല പാട്ടുകാരനായിരുന്നു, പാവം മനുഷ്യൻ്റെ മകനായി പിറന്നു എന്ന് മാത്രമേ എനിക്കറിയാവൂ. സിമ്പിളനായിട്ട് ഇങ്ങനെ നടപ്പുണ്ട് നടിയുടെ ഭർത്താവായിട്ട്. ഇതുപോലുള്ള തരികിട പരിപാടികളായിരിക്കും കയ്യിലുള്ളത്. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയാൽ, തെളിവ് സഹിതം കിട്ടിയാൽ ഞാൻ ഇതിൽ പറയാം. എൻ്റെ എല്ലാ തെളിവും ഇരിപ്പുണ്ട്. കോടതി കൊടുത്തതിൻ്റെ, അമ്മയ്ക്ക് കൊടുത്ത പരാതിയുടെ ചെക്കിൻ്റെ കോപ്പി എല്ലാം എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ധൈര്യപൂർവ്വം പറയുന്നത്. അല്ലെങ്കിൽ നമുക്കെതിരെ തിരിയും. ഒന്നാമത് കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, എൻ്റെ സർക്കാർ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ കാണിക്കുന്ന തരികിടെ ഒന്നും ഇവിടുത്തെ സാംസ്കാരിക വകുപ്പും അറിയുന്നില്ല, മുഖ്യമന്ത്രി അറിയുന്നില്ല, ആഭ്യന്തരം അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഒപ്പം എന്താ പറയുക, ഒരു പുതിയ സംവിധായകൻ തുടക്കം കുറിക്കുന്ന ആറാട്ടുമുണ്ടൻ, ഒരു പുതിയ നിർമ്മാതാവ് കഷ്ടപ്പെട്ടിരിക്കുന്ന ആറാട്ടുമുണ്ടൻ മോശമല്ലാത്ത വരുമാനം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.